നമസ്കാരം. രാഹുൽ വന്നിട്ടും ഗ്രൂപ്പ് പോര് നിർത്താതെ കോൺഗ്രസ്. വടകരയിലെ സ്ഥാനാർത്ഥി മുരളീധരൻ ഇന്ന് പത്രിക സമർപ്പിച്ചു. വടകരയിൽ നിഴലിച്ചത് KPCC AICC പോര്. അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ വടകരയിലെ UDF സ്ഥാനാർത്ഥി K മുരളീധരൻ പത്രിക സമർപ്പിച്ചു. കോഴിക്കോട് ജില്ലാ കളക്ടർ ശ്രീരാം സാംബശിവറാവു മുൻപാകെയാണ് പത്രിക കൈമാറിയത്. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്തത് കാരണം കടുത്ത അനിശ്ചിതത്വം നിലനിന്നിരുന്ന വടകരയിൽ മുരളീധരന് തന്നെ മുഷിപ്പ് അനുഭവപ്പെട്ടു തുടങ്ങിയിരുന്നു. AICCയും KPCCയും തമ്മിലുള്ള ശീതസമരമാണ് ഇത്തരമൊരു അനിശ്ചിതത്വത്തിലേക്ക് എത്തിച്ചതെന്നാണ് സൂചന. മറ്റ് സ്ഥാനാർത്ഥികളെയെല്ലാം AICC പ്രഖ്യാപിച്ചപ്പോൾ വയനാടിന്റെയും വടകരയുടെയും കാര്യത്തിൽ KPCC ഓവർ സ്മാർട്ടായി എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഇതിന് ചെറിയൊരു ഷോക്ക് നൽകുകയായിരുന്നത്രേ AICC. അനിശ്ചിതത്വം മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കുന്ന നിലയിൽ എത്തിയിരുന്നു. ഇതിനിടയിലാണ് ഞായറാഴ്ച വയനാട്ടിലേക്കും വടകരയിലേക്കും AICC സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. ഇതോടെ ഉഷാറായ K മുരളീധരൻ തിങ്കളാഴ്ച തന്നെ പത്രിക സമർപ്പിക്കുകയും ചെയ്തു. രാവിലെ 11:20 ജില്ലാ ഭരണാധികാരിയായ കളക്ടർ സാംബശിവറാവു മുമ്പാകെയാണ് മുരളീധരൻ പത്രിക സമർപ്പിച്ചത്. 2 സെറ്റ് പത്രികയാണ് നൽകിയത്. KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ, UDF ലോക്സഭാ മണ്ഡലം ചെയർമാൻ പാറക്കൽ അബ്ദുള്ള MLA, ജനറൽ കൺവീനർ U രാജീവൻ, DCC പ്രസിഡന്റ് T സിദ്ദീഖ് എന്നിവരോടൊപ്പമെത്തിയാണ് മുരളീധരൻ പത്രിക നൽകിയത്. KPCC ജനറൽ സെക്രട്ടറിമാരായ N സുബ്രഹ്മണ്യൻ, PM സുരേഷ് ബാബു, സജീവ് ജോസഫ്, VA നാരായണൻ, സെക്രട്ടറി അഡ്വക്കേറ്റ് K പ്രവീൺ കുമാർ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ലതിക സുഭാഷ്, UDF ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് P ശങ്കരൻ, കൺവീനർ MA റസാഖ്, മുൻ DCC പ്രസിഡന്റുമാരായ M വീരാൻകുട്ടി, KC അബു, കേരള കോൺഗ്രസ് M സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോൺ പുതക്കോഴി തുടങ്ങിയവർ, CV കുഞ്ഞികൃഷ്ണൻ, അനൂപ് വില്യാപ്പള്ളി എന്നിവർ സ്ഥാനാർത്ഥിയെ അനുഗമിക്കുകയും ചെയ്തു. കേരളത്തിലെ വയനാടിലും വടകരയിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ സാധിക്കാത്ത കോൺഗ്രസിന്റെ അനിശ്ചിതത്വം അണികളിൽ ചെറിയ രീതിയിലുള്ള അമർഷമൊന്നുമല്ല ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് വയനാടിലും അതുപോലെ തന്നെ വടകരയിലും ഇതുവരെയും പ്രചരണ പരിപാടികളുമായി സ്ഥാനാർത്ഥികൾക്കും പ്രവർത്തകർക്കും മുന്നോട്ട് പോകാൻ സാധിക്കാതിരുന്നതും. ഏറെ അനിശ്ചിതത്വങ്ങൾക്കൊടുവിലാണ് വടകരയിൽ മത്സരിക്കാൻ സന്നദ്ധനായി ഒരു വീരപുരുഷന്റെ പരിവേഷത്തിൽ K മുരളീധരൻ ഇറങ്ങിയത്. എന്നാൽ പിന്നീട് അങ്ങോട്ട് K മുരളീധരന് ഷൈൻ ചെയ്യാനുള്ള ഒരു അവസരം AICC കൊടുത്തിട്ടില്ല എന്നാണ് നാം തിരിച്ചറിയേണ്ടത്. വടകരയിലെയും വയനാട്ടിലെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ധൃതി പിടിച്ച് KPCC നടത്തിയെന്നായിരുന്നു AICCയുടെ ആരോപണം. സാധാരണ രീതിയിൽ KPCC സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കി കഴിഞ്ഞാൽ AICC നേതൃത്വത്തിന് കൈമാറുകയും രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥികളെ കുറിച്ച് പഠിക്കുകയും അതിൽ ഒപ്പുവെക്കുകയും ചെയ്തതിനു ശേഷം മാത്രമാണ് ഔദ്യോഗികമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക. എന്നാൽ ഇവിടെ വയനാട്ടിലും വടകരയിലും ഓവർ സ്മാർട്ടായി KPCC സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതാണ് AICC വക്താക്കളെ ചൊടിപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ് PC ചാക്കോ അടക്കമുള്ള AICC നേതാക്കൾ പ്രത്യക്ഷമായി മുന്നോട്ട് വരികയും രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ വലിയ രീതിയിലുള്ള വിമർശനവുമായി പ്രതികരിച്ചതും. ഇത്തരമൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഒരുപക്ഷെ വടകരയിൽ K മുരളീധരൻ ഇറങ്ങിയ അതേ രീതിയിലുള്ള ഒരു സ്വാധീനം ഇപ്പോൾ വടകര മണ്ഡലത്തിൽ കോൺഗ്രസിന് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. ഇത്തരത്തിൽ ഒരു സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ പോലും സാധിക്കാത്ത കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിസ്സഹായാവസ്ഥ അത് പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് പോരിന്റെ ഉപോൽപ്പന്നമായി എന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ വിലയിരുത്തുന്നത്. തീർച്ചയായിട്ടും ഇത് ഒരുപക്ഷെ K മുരളീധരന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും അതുപോലെ തിരഞ്ഞെടുപ്പ് റിസൾട്ടിലുമൊക്കെ വലിയ രീതിയിൽ സ്വാധീനിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. ന്യൂസ് ഡെസ്ക്, നാഷണൽ ന്യൂസ്.
ജ്വല്ലേഴ്സ്, നാടിന്റെ സ്വന്തം ജ്വല്ലറി.